റബ്ബർ കൃഷിക്ക് ഭാവിയില്ല എങ്കിൽ റബ്ബർ കൃഷി നിർത്തേണ്ട സാഹചര്യം നമ്മൾ ശ്രമിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ നമ്മളെ കടത്തിവിടുന്നത് ഇവിടുത്തെ സർക്കാരുകളാണ്. സംഘടനാ സെക്രട്ടറിയെ പ്രവർത്തനങ്ങളെവരെയും പരിഷ്കരണത്തോടുകൂടി നമ്മുടെ സമരപന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മോടുകൂടി സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട ജോർജ് ജോസഫ് സാറിനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ സഹോദരി സഹോദരങ്ങളെ, അൻപത്തിയൊന്നാം ദിവസം നിങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ജീവിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും അവകാശമാണ്. ഓരോ രാജ്യത്തും ആ അവകാശത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ സമരവേദിയിൽ, ഈ സമരപന്തലിൽ. ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ പണമൊന്നും മുടക്കി യുദ്ധം ചെയ്യാതെ തന്നെ രാജ്യത്തെ തോൽപ്പിക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ നിർവീര്യമാക്കിയാൽ മതി. അത് പണം മുടക്കാതെ യുദ്ധം ജയിക്കാൻ സാധിക്കും. അപ്പോൾ അതേ രീതിയിലാണ് ഇന്നിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മയക്കുമരുന്നിൻ്റെ വ്യാപ്തി ചെറുപ്പക്കാരിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിലും ഡൽഹിയിലൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇവരൊക്കെ എന്നതാ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്നാ ഈ ചെയ്യുന്നെന്നുള്ളൊരു ദേഷ്യം. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കേൾക്കുന്നത് തന്നെ അരിശ. ഈ പാലത്തിൻ്റെ അടിക്കെട്ട് തള്ളിപ്പോയിരിക്കുക. അത് ഈ പാലടിഞ്ഞ് ആടിപ്പോയി കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടായതെന്ന് ചെയ്യാൻ പറ്റും.